ഈടെ ഒരു ആമുമൈലാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ പഴയ പ്രസിഡന്റിന്റെ കാക്ക, ഇത് ഇയാളല്ല കാക്ക, അയാൾ എന്നോട് പറഞ്ഞിരിക്കും. അപ്പൊ ആര് വന്നെങ്കിൽ കാല് തടിക്കും, അല്ല മൂപ്പർ ഒരു ആദത്ത്. അപ്പൊ ഈ ആമുമൈലാർച്ച കാലിങ്ങനെ തടകുമ്പോൾ മനസ്സിൽ തോന്നിയല്ലോ, ഈ നിസ്കാരമില്ലാത്ത മനുഷ്യന്റെ ഈ കാലെന്തിനിപ്പം ഞാൻ തടകുന്നത്. അപ്പം നോക്കുമ്പോൾ നെറ്റിൽ വലിയൊരു താമ്പ് കാണുന്ന ആൾക്ക്. അയാൾ എന്നെ പറഞ്ഞത് എന്നോട്, ഇത് എങ്ങനെ ഈ ഹൃദയത്തിലുള്ളത് അറിയുന്നത്? അപ്പം തന്നെ ഒരാൾക്ക് എപ്പോഴും ഒരാൾ പൈസ കൊടുത്തോണ്ടായിരുന്നു വരുമ്പോൾ ഒരണ, അന്നത്തെ അണ കൊടുക്കുന്നു. അപ്പം പിന്നൊരാൾ വിചാരിച്ച് ഇങ്ങനെ ഒരു ദിവസവും കൊടുക്കുമ്പോൾ ഇയാൾക്ക് എത്ര പൈസ വേണം ഒരു മാസത്തിൽ എന്ന് പോകുമ്പോൾ അത് വിചാരിച്ചിട്ട് പോകുമ്പോൾ എതിർക്ക് ഉപ്പാപ്പ കാണുന്നു. എനിക്ക് തന്നാലും നിനക്കെന്താ? അയാൾ പറഞ്ഞിട്ടൊന്നുമില്ല, കൽബിൽ വിചാരിച്ചത് മാത്രം. ഇങ്ങനെയുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ തങ്ങൾ. അങ്ങനെ എത്രയോ ഉണ്ട്. ഒരിക്കൽ നമ്മളെന്നെ അതിൽ എൻ്റെ ഉമ്മന്നും തോന്നുന്നു, അവർ പറയുന്നു, ഈ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആളെ മകൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തിങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുന്നു, അപ്പന്നെ ബോധക്ഷയായിട്ട് വീണ്. എന്താക്കിയിട്ട് സുഖാന്നില്ല. അവർക്ക് ഉപ്പാപ്പാട് പറഞ്ഞു, ആര് മുഹമ്മദ് ഹാജി പറഞ്ഞു, ഉപ്പാപ്പ എൻ്റെ മോൾ ഇങ്ങനെ ആയെങ്കിൽ ഇത് വയ്യ അപസ്മാരത്തിലേക്ക് കൂടിപ്പോയെങ്കിൽ എൻ്റെ മോളെ ഹാലെന്താവുന്നു. അങ്ങനെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഒരു ചുവന്ന പട്ടെടുത്തോണ്ട് വാന്ന് പറഞ്ഞാൽ, ഒരു ചുവന്ന പട്ട് ഉമ്മാൻ്റെ തന്നെ ഉണ്ടായിനി. അതിനെ കൊടുത്ത് പാപ്പ കൊടുത്തിട്ടാകുമ്പോൾ അതിനെ പള്ളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ടൈലർ ഉണ്ടായിരുന്നു, അയാളേൽ വലിയൊരു ജുബ്ബ അടിച്ച് അല്ല ഒരു ഷർട്ട് അടുപ്പിച്ച്, പിന്നെ ഒരു കഷ്ണം അതിനെ ഉടുക്കാൻ തുണിയാക്കി, ഒരു കഷ്ണത്തിന് തലകെട്ടായി. അങ്ങനെ ചുവന്ന പട്ടിൻ്റെ കുപ്പായവും തുണിയും കെട്ടിയിട്ട് നാടാകെ ഒന്ന് ചുറ്റിയാലോ. ഇങ്ങനെ നമ്മൾ അടിയാർ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ഒന്നാകെ ഇങ്ങനെ ചുറ്റിട്ട് വന്നിട്ട് പറഞ്ഞാലോ, മുറ്റത്ത് അവിടെ ഒരു കുഴി കൊയ്ക്കുന്നു. അങ്ങനെ കുഴിച്ചിട്ടാകുമ്പോൾ ഈ തലകെട്ടും ഈ കുപ്പായവും ഈ തുണിയും എല്ലാം മാറ്റിയിട്ട് ഇട്ടിട്ട് തീ കൊടുത്തിട്ട് കത്തിക്കാൻ പറഞ്ഞു. അതിൻ്റെ പിറകെ ആ സുക്കേടുണ്ടായിട്ടില്ല. എന്ത് പുറത്ത് നോക്കുമ്പോൾ വലിയൊരു മൂക്കുള്ള മനുഷ്യനെ കാണുന്നതല്ല ഈ ഉമ്മാക്ക്. കണ്ടിട്ട് നോക്കലോട് കൂടെ പിന്നെ ബോധക്ഷയം, ഇങ്ങനത്തെ ഒരു സുഖം. അത് അപ്പം തന്നെ ഈ തീയിലിട്ടിട്ട് കരിച്ചിട്ട് അതിനപ്പം തന്നെ മാറ്റിക്കളയും. ഇതെല്ലാം ഞാൻ പറയുന്നതിലാണ് ഇന്ന് കിടന്നിട്ട് കേൾക്കുന്നുണ്ട് ഉപ്പാപ്പ, വെറുതെ അല്ല. അതാണ് നമ്മളെ മദ്ഹബ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഔലിയാക്കന്മാരല്ല ഇതെല്ലാം അറിയും. ഞാൻ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനിയൊരു ഉറൂസ് വരുമ്പോൾ ഞാനുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ, കയ്യിൽ ഏതെല്ലാം അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകുന്നെന്നും പറയാൻ, കയ്യിൽ കുറേ ഉറൂസ് ഞാൻ കൂടിയിടെ. അതുകൊണ്ട് ഞാനിനി പറഞ്ഞു നീട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആരെങ്കിലും അറിവില്ലാതെ ഈമാനി തെറിച്ചു പോവും. അള്ളാഹുവിൻ്റെ ഔലിയാ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ, നിനക്ക് അറിയുന്നില്ലെങ്കിൽ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടിരിക്കട. ഇപ്പോഴത്തെ ഒരു സ്ഥിതി നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നില്ലേ? ഇപ്പം നോക്ക്, ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ അയാൾ വലിയ ഡോക്ടറാണോ, അയാൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, മറ്റേതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, അങ്ങനത്തെ ആളെ നോക്കിയിട്ടാണ് ഞമ്മ പോക്ക് അല്ലേ? എല്ലാവരും മംഗലാപുരത്ത് സാധാരണ ഒരു ഡോക്ടർ, അയാൾ വലിയ സ്പെഷ്യലിസ്റ്റ്. ഇനി വേറെ എന്തെങ്കിലും ഒന്ന് ഒരു എഞ്ചിനീയർ, അയാൾ വലിയ എഞ്ചിനീയറാണോ, നമുക്ക് ചെറുതാ വേല. കാരണം അയാളിൽ പിഴവ് വരല. അയാൾ അങ്ങനത്തെ എല്ലാത്തിലും മുന്തിയതിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ദീൻ്റെ വിഷയത്തിലോ ആരും ആവും. ഒരു പേപ്പർ വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഓനും മൊയിലാറ്. എനിക്ക് ഷർത്തു നിബന്ധന ഒന്നുമില്ല, ആർക്കും സംസാരിക്കാം ദീന്. ഇങ്ങനെയാ ദീന്. ബാക്കി എല്ലാത്തിലും വലിയ വലിയ ആളാണോ, നല്ലോണം അറിഞ്ഞ ആളായിരിക്കണം. ദീന് ആർക്കും പറയാ. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ട് കണ്ടവനും എല്ലാവരും പേപ്പറും അതും ഇതും വായിച്ചിട്ട് ദീനുൽ ഇസ്ലാം പറയാൻ തുടങ്ങിയതിൻ്റെ ആഫത്താണ് ഇത്. ശരിയായ ഇൽമില്ലാതെ മനുഷ്യർക്ക് വരുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുന്നു. എന്താണ് അള്ളാഹ് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ് ബാളെടുക്കുന്ന
നീ ഈമാനില്ലാണ്ട് ചത്തുപോകുന്നതിൻ്റെ അർത്ഥം മഹാന്മാർ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. കാഫറായിട്ട് ചത്തുപോകുന്നു. പിന്നെന്തുണ്ട് ദുനിയാവിൽ ആഖിറത്തിൽ നിനക്ക്? നമ്മൾ ഇത്തരെല്ലാം ദ്വാരക്കുന്നതും ഇത് ആക്കുന്നതെല്ലാം എന്ത് ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈമാനോട് കൂടെ മരിക്കാൻ വേണ്ടിയിട്ട്. ഈമാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ കാലകാലം നരകത്തിലായി പോകും അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ശത്രുത അറിയുന്നില്ലെങ്കിൽ അറിയണ്ട. എല്ലാവരുടെ കഥ ഇപ്പോൾ ഈ മക്ബറയിലുള്ളത് ആരെന്ന് അറിയില്ല. നീ ഒരു